പാലക്കാട് മണ്ഡലത്തിൽ കൂടുതൽ സജീവമായിരിക്കുകയാണ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ. എല്ലാ പരിപാടികളിലും അദ്ദേഹം സാന്നിധ്യം അറിയിക്കാറുണ്ട്. ഇതോടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ തനിക്ക് മേൽ ചുമത്തിയ കേസുകൾ ആവിയാവുകയും ചെയ്തു. എങ്കിലും രാഹുൽ പങ്കെടുക്കുന്ന പരിപാടികളിൽ നിന്നും വേദികളിൽ നിന്നും വിട്ടുനിൽക്കുന്ന വിധത്തിലാണ് ബി.ജെ.പിയുടെ നിലപാട്. എന്നാൽ എതിർപ്പുകൾക്കിടയിലും മന്ത്രിമാർക്കൊപ്പമുള്ള ചില പരിപാടികളിൽ രാഹുൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും എം.പി. രാജേഷിനുമൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി പങ്കിട്ടത്. ഇതിൽ വിമർശനവുമായി സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിരുന്നു. എന്നാൽ രാഹുലിനൊപ്പം വേദി പങ്കിട്ടതിൽ യാതൊരു തെറ്റുമില്ലെന്ന നിലപാടാണ് മന്ത്രി ക്യാമറകൾക്ക് മുന്നിൽ പറഞ്ഞത്. എന്നാൽ മന്ത്രിയെ പാർട്ടി ഇടപെട്ട് തിരുത്തിയതോടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അഡ്മിൻ തിരുത്തൽ പ്രസ്താവനയുമായി രംഗത്ത് വന്നു. ഗർഭചിത്ര ആരോപണമടക്കം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുമായി പാലക്കാട് വേദി പങ്കിട്ടതിൽ യാതൊരു പ്രശ്നവും തോന്നുന്നില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളോട് ആദ്യം പ്രതികരിച്ചിരുന്നു. രാഹുലിനെ തടയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ലെന്നും ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ആരോപണം നേരിടുന്ന വ്യക്തിക്കൊപ്പം വേദി പങ്കിടില്ലെന്ന് പറഞ്ഞ് ബി.ജെ.പി. കൗൺസിലർ ഇറങ്ങിപ്പോയിരുന്നു. വിമർശനമുയർന്നതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. രാഹുൽ അവിടുത്തെ എം.എൽ.എ. ആണ്. അയാളുടെ മണ്ഡലത്തിൽ വച്ചാണ് പരിപാടി നടന്നത്. രാഹുലിനെ തടയില്ലെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. കേസ് അന്വേഷണം നടക്കുന്നതേയുള്ളൂ. കോടതി ശിക്ഷിച്ചിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തിയെ മാറ്റി നിർത്തുകയോ പരിപാടിയിൽ പേര് വയ്ക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ അന്തസ്സിന് നിരക്കുന്നതല്ല. UDF ആണെങ്കിൽ കഴിഞ്ഞ 5 വർഷമായി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞു നടക്കുകയാണ്. എന്തോ ഒരു കാര്യത്തിന് എനിക്ക് നേരെ ഇപ്പോഴും കരിങ്കൊടി കാണിക്കുകയാണ്. മന്ത്രി വാസവൻ രാജിവെക്കണമെന്ന് പറയുന്നു. ആവർത്തിച്ചു പറഞ്ഞ് രാജിവെക്കണം എന്നതിന് വിലയില്ലാതായി. രാഹുലിനെ വേണമെങ്കിൽ പങ്കെടുപ്പിക്കാതിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ മാന്യത കാണിക്കുക എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ബി.ജെ.പി. കൗൺസിലർ ഇറങ്ങിപ്പോയത് അവരുടെ പരിപാടിയുടെ തീരുമാനമായിരിക്കും, മന്ത്രി പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങളോട് തന്റെ നിലപാട് വ്യക്തമാക്കിയ മന്ത്രി പാർട്ടിക്ക് വഴങ്ങിയാണ് ഫേസ്ബുക്കിൽ പിന്നീട് തിരുത്തൽ പോസ്റ്റ് ഇട്ടത്. വിഷയത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. ലൈംഗിക ആരോപണം നേരിടുന്ന ഒരു വ്യക്തി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ വലിയൊരു സമൂഹം പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയുടെ, പ്രത്യേകിച്ച് ശാസ്ത്രരംഗത്തെ വിദ്യാർത്ഥികളുടെ മുന്നേറ്റം ലക്ഷ്യമിടുന്ന ഒരു പരിപാടിയുടെ വേദിയിൽ എത്തിയത് ഉണ്ടാക്കുന്ന അതൃപ്തിയും ആശങ്കകളും മനസ്സിലാക്കുന്നതായും വിവാദങ്ങൾക്ക് ഇടവരുത്തുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് യോജിച്ചതല്ലെന്നും ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു ജനപ്രതിനിധിയെ നിയമപരമായി വേദിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പാലിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വവും മാന്യതയും ഓരോ വ്യക്തിയും സ്വയം പാലിക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ നിലവിൽ അന്വേഷണത്തിലാണ്. നിയമം അതിന്റെ വഴിക്ക് മുന്നോട്ടു പോകട്ടെ. എന്നാൽ പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് മാതൃകയാകേണ്ട വേദികളിൽ ആരോപണ വിധേയരായ വ്യക്തികൾ സ്വയമേവ വിട്ടുനിൽക്കുന്നതാണ് ഉചിതമായ നിലപാടെന്ന് ഈ സർക്കാർ വിശ്വസിക്കുന്നു. ശിവൻകുട്ടി തുടർന്നു. ഭാവിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികളിൽ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും ആത്മവിശ്വാസത്തെയും ധാർമ്മിക ചിന്തകളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം നൽകുമെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിൽ ഈ സർക്കാർ എന്നും പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു.